ശ്രീയോ അബ്ദുള്ള, മുൻപ് ഞാൻ സേനാപതിയോട് പറഞ്ഞ കണക്ക് ഒന്നുകൂടി ആവർത്തിക്കുന്നു. നോക്കൂ, ഏറ്റവും ഒടുവിൽ വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് 10 സീറ്റ് UDF നേടുമ്പോൾ അതിൽ 6 മുസ്ലിം ലീഗിൻ്റെതാണ്. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ കക്ഷി കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്നുള്ള ബാധ്യത മാത്രം ഏറ്റെടുത്ത് ഇങ്ങനെ മാറി നിൽക്കേണ്ടവരാണോ? ഒരിക്കലുമല്ല. മുസ്ലിം ലീഗ് അതിൻ്റെ അധ്യക്ഷൻ പാണക്കാട് തങ്ങന്മാർ, മാറി മാറി വരുന്ന ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ, ഇപ്പോഴത്തെ സാദിഖ് അലി, ഇവരുടെ മാന്യത, ആ മാന്യതയെ വ്യംഗ്യന്തരേണ ചൂഷണം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യുന്നത്. കാരണം ഈ മുസ്ലിം ലീഗ് നേരത്തെ പാലിച്ചു പോരുന്ന ഒരു നിഷ്ഠയുണ്ട്. വല്ലാതെ സീറ്റിന് വേണ്ടി കടിപിടി കൂടാതിരിക്കുക, ആവശ്യമായത് മാത്രം ചോദിക്കുക, കൂടുതൽ കുഴപ്പങ്ങളും തർക്കങ്ങളും ഒഴിവാക്കുക. ഈ ഒരു സമീപന രീതിയിൽ നിന്ന് പരമാവധി മുതലെടുത്ത് എന്നും അയ്യപ്പനെന്തിനാ പെണ്ണെന്ന് ചോദിക്കല്ലോ, അയ്യപ്പനെന്തിനാ പെണ്ണെന്ന്, അതുപോലെ മുസ്ലിം ലീഗിനെന്തിനാ 3 സീറ്റ് എന്നിടത്തോളം കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനി അത് നടക്കൂല, ഒരു സീറ്റ് കൂടി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് അണികളുടെ സമ്മർദ്ദം, അതിന് വഴങ്ങിയല്ലാതെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നിവൃത്തിയില്ല. അതിനെ തെളിവ് സാധാരണ രീതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ അവസാനത്തിലാണ് പാണക്കാട് തങ്ങൾ അഭിപ്രായം പറയാറ്. ഈ പ്രാവശ്യം അദ്ദേഹമാണ് ആദ്യം തന്നെ അഭിപ്രായം പറഞ്ഞത്, ഞങ്ങൾക്ക് 3 സീറ്റ് കിട്ടണം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും കണക്ക് നിരത്തി നോക്കിയാലും മറ്റെല്ലാ നിലക്കും സ്വന്തം നിലക്ക് തന്നെ 2 സീറ്റ് അവർ ജയിക്കും കോൺഗ്രസിന് പിന്തുണയില്ലാതെ. അതുകൊണ്ട് മര്യാദക്ക് സീറ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ കിട്ടുന്ന മുന്നണിയിലേക്ക് മാറിപ്പോവുക. അതാണ് എൻ്റെ അഭിപ്രായത്തിൽ ശരിയായ രീതി.